വിളകൾക്ക് താങ്ങുവില പദ്ധതിയായ PM ആശ നടപ്പിലാക്കിയത് 2019ലെയും 2024ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളോടടുപ്പിച്ചുള്ള മാസങ്ങളിൽ മാത്രം. രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള 3 മാസങ്ങളിൽ സർക്കാർ ഒരു രൂപ പോലും പദ്ധതിക്കായി മുടക്കിയിട്ടില്ല. ജനങ്ങൾക്ക് ശക്തമായ ചില വാഗ്ദാനങ്ങൾ നൽകിയാണ് നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായത്. ഉൽപാദന ചെലവിന്റെ പകുതിയിലേറെ കർഷകർക്ക് ലാഭമായി ലഭിക്കുമെന്നതായിരുന്നു അതിലൊരു വാഗ്ദാനം. കേൾക്കാൻ നല്ല രസമുള്ള വാഗ്ദാനം തന്നെയാണ് അത്. 2016 ആയപ്പോഴേക്കും അതിലും മെച്ചപ്പെട്ട മറ്റൊരു വാഗ്ദാനം വന്നു. 6 വർഷത്തിനുള്ളിൽ കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു അത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നത് താമസിയാതെ ഒരു മുദ്രാവാക്യമായി മാറി. ആ വാഗ്ദാനം പാലിക്കാനായി അദ്ദേഹത്തിന്റെ സർക്കാർ ഒരു കൂട്ടം പദ്ധതികൾ ആവിഷ്കരിക്കുകയും നിലവിലുള്ള ചില പദ്ധതികൾ പുനരാവിഷ്കരിക്കുകയും ചെയ്തു. അതിലൊന്നായിരുന്നു രാജ്യത്തുടനീളം പയറുവർഗ്ഗങ്ങളും എണ്ണക്കുരുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് കർഷകരുടെ വരുമാനം സംരക്ഷിക്കുന്ന PM ആശ അഥവാ പ്രധാനമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ. ഭാവിയിലും നമ്മുടെ രാജ്യത്തിന്റെ അന്നദാതാക്കളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെയും സമർപ്പണത്തിന്റെയും തെളിവാണ് ഈ പദ്ധതിയെന്ന് ഇതേക്കുറിച്ച് ഇറക്കിയ പത്രക്കുറിപ്പിൽ വരെ സർക്കാർ അവകാശപ്പെട്ടു. പതിറ്റാണ്ടുകളായി താങ്ങുവിലയ്ക്ക് വേണ്ടി കർഷകർ ആവശ്യപ്പെടുകയാണെന്നും തന്റെ സർക്കാരാണ് അത് സാധ്യമാക്കിയതെന്നും പ്രധാനമന്ത്രി മോദി ഈ പദ്ധതിയെക്കുറിച്ച് ഹരിയാനയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു. എന്നാൽ പഴയതും ഇപ്പോഴും പ്രചാരണത്തിലുള്ളതുമായ ഒരു പാട്ടിന്റെ പുതിയ രൂപത്തിലുള്ള രാഷ്ട്രീയ തുല്യതയുടെ ഒരു മാഷപ്പാണ് ഈ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ധാന്യങ്ങളുടെ വിലയിടിയുമ്പോൾ കർഷകരെ സംരക്ഷിക്കുന്ന സുസ്ഥിരവും പ്രായോഗികവുമായ പിന്തുണ നൽകുന്നതിന് പകരം ഒരു തെരഞ്ഞെടുപ്പ് ഉപകരണമായി മാത്രമാണ് PM ആശ പദ്ധതി പ്രവർത്തിച്ചത്.